കേരളത്തിൽ മതപരിവർത്തനമോ ലവ് ജിഹാദോ നടക്കുന്നില്ല എന്ന് വാദിക്കുന്നവർ ആഭ്യന്തര വകുപ്പിന്റെ ഈ ഔദ്യോഗിക കണക്കുകൾ ഒന്ന് കാണണം. ഇത് വെറും ആരോപണമല്ല, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തന്നെ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. 2011 മുതൽ 2016 വരെയുള്ള 5 വർഷത്തിനുള്ളിൽ മാത്രം കേരളത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചത് 7299 പേരാണ്. ഇതിൽ 82% ഹിന്ദുക്കളും 18% ക്രൈസ്തവരുമാണ്. ഓരോ വർഷവും ശരാശരി 1400-ലധികം ആളുകൾ ഇവിടെ മതം മാറ്റപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മതം മാറിയവരിൽ 61% പേരും പ്രണയക്കെണിയിൽ കുടുങ്ങിയവരാണ്. ചില മുസ്ലിം യുവാക്കളും മതതീവ്രവാദ സംഘടനകളും ചേർന്ന് ആസൂത്രിതമായാണ് ഈ ലവ് ജിഹാദ് നടപ്പിലാക്കുന്നത്. ഇതിനായി കേരളത്തിൽ പ്രധാനമായും 2 കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട്ടെ തർബിയത്തുൽ ഇസ്ലാം സഭയും പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാം സഭയും. ഈ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഭൂരിഭാഗം മതപരിവർത്തനങ്ങളും ഔദ്യോഗികമായി നടക്കുന്നത്. ലക്ഷ്യമിടുന്നത് പൊതുവെ സാധാരണ കുടുംബത്തിൽപ്പെട്ടതോ അണുകുടുംബങ്ങളിൽ നിന്നുള്ളവരോ ആയ പെൺകുട്ടികളെയാണ്. അവരെ പ്രണയം നടിച്ചു വശത്താക്കി വൈകാരികമായി തളർത്തി ഒടുവിൽ ഈ കേന്ദ്രങ്ങളിലെത്തിച്ച് മതപരിവർത്തനം നടത്തുന്നു. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത പെൺകുട്ടികളാണ് ഈ കെണിയിൽപ്പെടുന്നവരിലേറെ. വോട്ട് ബാങ്ക് ഭയന്ന് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ കണ്ണടയ്ക്കുകയാണ്. പ്രണയത്തിന്റെ മറവിൽ നമ്മുടെ പെൺകുട്ടികളെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന ഈ സംവിധാനങ്ങൾ തിരിച്ചറിയുക. സത്യങ്ങൾ വിളിച്ചു പറയുന്നത് വർഗീയതയല്ല, മറിച്ച് നമ്മുടെ സഹോദരിമാരുടെ ജീവിതം സംരക്ഷിക്കാനാണ്. ഇനിയെങ്കിലും ഉണരുക, കേരളം അപകടത്തിലാണ്.